സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് പാർട്ട് 2. പെർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, പെർ പേഴ്സൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പെർ പേഴ്സൺ, പെർ ലിറ്റർ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? പെർ പേഴ്സൺ, പെർ ലിറ്റർ, അങ്ങനെ. അപ്പോൾ പെർ സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്നാണ്. അപ്പോൾ പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ 100-ന്. ഓക്കെ, പെർസെൻറ്റ് മീൻസ് എവ്രി 100, ഫോർ എവ്രി 100. പെർസെൻറ്റ് പറഞ്ഞാൽ എന്താ? ഫോർ എവ്രി 100. ഓക്കെ, പെർസെൻറ്റ് പറഞ്ഞാൽ എന്താ? പെർ എവ്രി 100. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ സിയിൽ 7. ക്വസ്റ്റ്യൻ ഇതാണ്. 26.2% is equal to. ഓക്കെ, 26.2% is equal to. അപ്പോൾ എങ്ങനെ എഴുതണം? 26.2%-ന് പകരം താഴെ by 100 എന്ന് എഴുതണം അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ 2.62, സെക്കൻഡ് ഓപ്ഷൻ 0.262, തേർഡ് ഓപ്ഷൻ 0.0262, ഫോർത്ത് ഓപ്ഷൻ 262.0. ഈ ആൻസർ ഉണ്ടല്ലേ 262.0, പോയിന്റ് ശേഷം ഈ 0, ഇതിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇതെങ്ങനെ അറിയപ്പെടുന്ന വെച്ചാൽ 262 എന്നാണ് കേട്ടോ. ശരി, ഓക്കെ, ഇതിലേത് ആൻസർ വരിക പറയൂ? മേലെ ഇവിടെ പോയിന്റ്. തേർഡ് ഓപ്ഷൻ അല്ല, സെക്കൻഡ്. ഓക്കെ, ഇവിടെ 2 സൈഫർ ഉണ്ട് ഒന്നിൻ്റെ ശേഷം. അപ്പോൾ നമുക്ക് 2 സ്ഥാനം മേലെ മാറ്റി വെക്കണം. അവിടെ ഓൾറെഡി മേലെ നോക്കൂ, ഓൾറെഡി പോയിന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ചേർത്ത് 3 സ്ഥാനം നമുക്ക് മാറ്റി വെക്കണം. സോ 0.262 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 1, 2, 3 സ്ഥാനം തള്ളി പോയിന്റ് വെച്ചു. ഓക്കെ, ഓക്കെ അല്ലേ? മനസ്സിലായോ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് കേട്ടോ. Which of the following is equivalent to 1.01%? പെർസെൻറ്റേജ് അവിടെ സിമ്പിൾ ഇല്ല കേട്ടോ, പെർസെൻറ്റേജ് ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക്. സോ 1.01 എന്നുണ്ടല്ലേ, ഇത് ഏതിന് തുല്യമാണ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ഓപ്ഷൻ 101%, 2 10.1%, 3 1.01%, 4 1010%. ഏതാ ഓപ്ഷൻ? 3. സൂപ്പർ. എന്ത് ചെയ്യും നമ്മൾ? 3 ഓപ്ഷൻ എടുക്കാം. 1.01% ആണ്. സോ
അല്ലല്ല, ഒരു മിനിറ്റ്. 3 അല്ല, 3 അല്ല. Second one. അല്ല. Fourth one. First. നിങ്ങളെല്ലാം നോക്കൂ, ഇങ്ങനെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നല്ലേ നോക്കൂ. ഇവിടെ തേർഡ് ഓപ്ഷൻ എന്ത് കാരണം വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ താഴെ ഈ പേഴ്സൻറ്റേജിന് പകരം നമ്മൾ 100 ഇട്ട് കൊടുക്കും അല്ലേ? അല്ല, 100 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. ഈ 100ൽ 1 കഴിഞ്ഞാൽ 2 0 ഉണ്ട്. അപ്പോൾ 2 സ്ഥാനം ഒന്നും കൂടി കൂട്ടി വെക്കണം. അപ്പോൾ പോയിൻ്റ് ശേഷം നമുക്ക് 4 സ്ഥാനം വരേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ 1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, ഇവിടെ 0 വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. അതേ ഫോർത്ത് ഓപ്ഷൻ ആണെങ്കിൽ 10.110% അപ്പോൾ ഇതിൻ്റെ ആൻസർ 10.10 എന്നായിരിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 10.1%ന് പകരം 100. ഇവിടെ 0.1 ഓൾറെഡി ഉണ്ട്, പിന്നെ 2 സ്ഥാനം തള്ളി പോയിന്റ് വെക്കണം. അപ്പോൾ 0.101 വരും. ഇനി ഈ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലേ, ഇത് 2 ആണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ 101% എന്ന് പറഞ്ഞാൽ 100 അല്ലേ? അപ്പോൾ 1 കഴിഞ്ഞ് 2 സൈഫർ ഉള്ളത് കാരണം പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമേ വരാൻ പാടുള്ളൂ. സോ നമ്മൾ ഫിൽ ചെയ്യണം വലത്തെ സൈഡിൽ നിന്ന് 101. ഇതാണ് കറക്റ്റ് ആൻസറായി വന്നത് അല്ലേ? സോ ഓപ്ഷൻ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Next one. %25 is equal to first option 1/2, second option 1/4, third option 1/8, fourth option 1/16. ഇന്നലെ പഠിപ്പിച്ചത് അത്. 1/2. No. 1/2 കഴിഞ്ഞു. 1/8. No. 1/60. നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? നോക്കൂ, 25% പറഞ്ഞാൽ 25/100 ഇത് 5 ലാസ്റ്റ് നമ്പർ, ഇവിടെ സൈഫർ ലാസ്റ്റ് നമ്പർ. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 25-ൽ 5 5 തവണ, 100-ൽ 5 20 തവണ. വീണ്ടും 5-ൽ 5 1 തവണ, 20-ൽ 5 4 തവണ. 1/4 ആണ് ആൻസർ. ഓക്കെ, ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. അടുത്തത് 1/50 പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര ശതമാനമായിരിക്കും? ഇല്ലെങ്കിൽ വേണ്ട. 1/2 പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര പെർസെൻറ്റേജ് ആണ്? എത്ര പെർസെൻറ്റേജിനാണ് ഫ്രാക്ഷൻ വാല്യൂ ഇങ്ങനെ വരിക? 50%-നാണ് 1/2 എന്ന് വരിക കേട്ടോ. സോ 50 ഡിവൈഡഡ് ബൈ 100, ഇത് ക്യാൻസൽ ചെയ്താൽ 1/2. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് വാല്യൂവും പഠിച്ചു വെക്കണം, അറ്റ് ദ സെയിം ടൈം ഫ്രാക്ഷൻ വാല്യൂവും പഠിച്ചു വെക്കണം, ഡെസിമൽ വാല്യൂവും പഠിച്ചു വെക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആണ്. 2% പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. ഓക്കെ, ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ്. ഓക്കെ, 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% ആണ്. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരുവിധം സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞു. വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ.
45% ഇൻ ഫ്രാക്ഷൻ. 45%നെ നിങ്ങൾ ഫ്രാക്ഷനിൽ പറയണം. വെറുതെ നോക്കി കണ്ടും പറയല്ലേ, ഓപ്ഷൻ ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയാം. അയ്യോ ഇതല്ല ഓപ്ഷൻസ് ഇതല്ല. 45%, 9/20, 9/10, 3/20, 5/20. പറയാം ഏതായിരിക്കും? 9/20. 9/20. 20 അല്ല 10. ഓക്കെ നോക്കാം. സോ 45 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. 45-ൽ 5 വന്ന് 9 ടൈംസ്, 10-ൽ 5 വന്ന് 20 ടൈംസ്. നീ ആദ്യം പറഞ്ഞ ആൻസർ തന്നെ കറക്റ്റ്. ഓക്കെ കിഷാൻ? ആ മനസ്സിലായോ ബാക്കി രണ്ടുപേർക്കും? ഇത് വന്ന് പ്രാക്ടീസ് എക്സസൈസ് 3 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ എഴുതി വന്നിരിക്കുകയാണ് കേട്ടോ. 50 ഇസ് വാട്ട് % ഓഫ് 75. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്നതാണ് അർത്ഥം. സോ 50 ഇസ് വാട്ട് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലെങ്കിൽ എക്സിറ്റ് കൊടുക്കാം. വാട്ട് പെർസെൻറ്റ് വെച്ചാൽ ബൈ 100. ഓഫ് പറഞ്ഞാൽ ഇൻറ്റു പിന്നെ 75. ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ലെറ്റേഴ്സിനൊക്കെ ഈ വേർഡ്സിനൊക്കെ ഇങ്ങനെയാണ് മാറ്റി എഴുതേണ്ടത്. എങ്ങനെയാണ്? 50 അത് എഴുതി. ഇസ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഇസ് ഈക്വൽ ടു. വാട്ട് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എക്സിറ്റ് കൊടുക്കുക. വാട്ട് പെർസെൻറ്റ് പറയുമ്പോൾ വാട്ട് പെർസെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പെർസെൻറ്റേജ്. സോ എക്സ് പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ x/100 എന്നല്ല എഴുതല്ലോ. ഇനി ഓഫിന് പകരം ഇൻറ്റു 75 എഴുതി. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എക്സ് മാത്രം അവിടെ വെക്കണം, ബാക്കിയുള്ള സാധനത്തിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ പറഞ്ഞ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലിരിക്കുന്ന ഈ 75 ഈ സൈഡ് വരുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ ഡിവിഷനിലുള്ള 100 ഈ സൈഡ് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ജസ്റ്റ് ഓപ്പോസിറ്റ്. മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും? ഡിവിഷൻ. അതേപോലെ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് എന്തായിട്ട് മാറും? പ്ലസ്. ഡിവിഷൻ എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. ഇതിൻ്റെ വരുമ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടാവും. നമുക്ക് വേണ്ടത് എക്സ് ആയത് കാരണം എക്സിന് മാത്രം ഇവിടെ വെച്ചു. 50-ൽ 5 10 തവണയുണ്ട്. 75-ൽ 5 എത്ര തവണയുണ്ട്? 15 തവണയുണ്ട്. ഓക്കെ. 5-ൽ 5 3 തവണയുണ്ട്. 10-ൽ 5 2 തവണയുണ്ട്. സോ ആൻസർ 200/3 ആണ്. 200/3 ആണ് ആൻസർ. ഇവിടെ എഴുതുമ്പോൾ പെർസെൻ്റ് എന്ന് കൂടി എഴുതി കൊടുക്കണം. %3% ആൻസർ. ഓക്കെ ആണോ? 25% of 75 is equal to 25%. 25 പെർസെൻറ്റേജിന് പകരം ബൈ 100, ഓഫിന് പകരം ഇൻറ്റു 75 വിച്ച് ഇസ് ഈക്വൽ ടു. അത് ഇതിന് തുല്യമാണ്. ആൻസർ ചെയ്യൂ. ഇത് പഠിച്ചു വയ്ക്കുക. 25
100 4 തവണയുണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക തന്നെ വേണം കേട്ടോ. 25 100 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. 75/4 ആണ് ആൻസർ. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ എങ്ങനെ തന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ 1 വന്ന് 16, ഓപ്ഷൻ 2 വന്ന് 16.35, ഓപ്ഷൻ 3 വന്ന് 17.45, ഫോർത്ത് ഓപ്ഷൻ 18.75. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 75നെ 4 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ആൻസർ പറയാം. മിസ്സേ ഫോർത്ത് ഓപ്ഷൻ ആണോ? നോക്കാം. സോ 75നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 7 4 ഒരു തവണ, ബാലൻസ് 3 വരും. 3 4 പോലെയല്ലോ, സോ താഴെ 5നെ ഇറക്കുന്നു. 35ൽ 4 എത്ര തവണയുണ്ട്? 8 തവണയുണ്ട്. 32 വരും, ബാലൻസ് 3. ഇതിനെ അങ്ങനെ വിടാൻ പാടില്ല. പക്ഷേ നിങ്ങൾ 18 വരെ റീച്ച് ആയല്ലോ. എന്തായാലും 16 ആവില്ല, 16.35 ആവില്ല, 17.45 ആവില്ല. ഇത് മാത്രമേ 18 വെച്ച് തുടങ്ങുന്നുള്ളൂ. സോ ഇത് തന്നെ ആൻസർ. ഇനി വേണമെങ്കിൽ ചെയ്യാം. പോയിന്റ് വെച്ചു, 0 വെച്ചു. 30ൽ 4 7 തവണയുണ്ട്, 28 വരും, ബാലൻസ് 2 വരും. വീണ്ടും 0 ചേർത്തി കഴിഞ്ഞാൽ 5 തവണ. സോ 18.75 ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്ന മോഡലാണ്. 25 gram is what percent of 1 kg? 25 gram is what percent of 1 kg? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. 25 ഗ്രാം, ജി പറഞ്ഞാൽ എന്താ? ഗ്രാം. ഇവിടെ കെ ജി ആണ് ഉള്ളത്. ഗ്രാം ആണോ വലുത്, കിലോഗ്രാം ആണോ വലുത്? പഠിച്ചിട്ടുണ്ടോ? യെസ്, കറക്റ്റ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗ്രാമിനെ കൊണ്ടുപോയി കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിൽ ഏതാണ് ചെയ്യുക എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടാവും കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റായിട്ടാണ് വരിക. ഈ ഒരു ക്വസ്റ്റ്യനിൽ പേഴ്സൻറ്റേജ് ആണല്ലോ. ഗ്രാം ചെയ്താലും ഗ്രാമും കട്ടാവും. ഈ പറഞ്ഞ കിലോഗ്രാം ചെയ്താലും കിലോഗ്രാം കട്ടായി പോകും. അപ്പോൾ നമ്മൾ ഏതിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 25 ഗ്രാം അങ്ങനെ വെച്ചിട്ട് ഇസ് വാട്ട് പെർസെൻറ്റ്, വാട്ട് പറഞ്ഞാൽ എക്സ് ഇട്ടോളൂ, പെർസെൻറ്റ് പറഞ്ഞാൽ ബൈ 100 ഇട്ടോളൂ, ഓഫ് ഇൻറ്റു വെച്ചോളൂ. ഇസിന് പകരം എന്ത് ചെയ്യാം? ഒരു ഈക്വൽ ടു സിമ്പൽ ഇട്ട് കൊടുക്കാം. ഈ 1 kgനെ കൊണ്ടുപോയി ഞാൻ 1000 ഗ്രാം എന്ന് മാറ്റുന്നു. അപ്പം ഇത് പഠിച്ചു വെച്ചോളൂ. 1 kg വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 1000 ഗ്രാം ആണ്. ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ന് പഠിച്ചു വെച്ചോളൂ. 1000 കിലോഗ്രാം ആണ് 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. ഇപ്പം ഇവിടെ നോക്കൂ, ഇവിടെയും ഗ്രാമായി, ഇവിടെയും ഗ്രാമായി അല്ലേ? മറ്റത് കിലോഗ്രാം ആയിരുന്നു, ഇതെന്തായിരുന്നു? കിലോഗ്രാം ആയിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യണം? ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഭാഗത്ത് ജി ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ജി വന്ന് നോക്കൂ, മൾട്ടിപ്ലിക്കേഷനിലാണ്. അപ്പം നമുക്ക് ഒന്നും പ്രശ്നമില്ല, ഈ ജിയും ക്യാൻസൽ ആയി പോകും. ഇനിയുള്ള ബാലൻസ് ഉള്ള വാല്യൂസ് 25, ഈ പറയുന്ന എക്സിനെ അവിടെ തന്നെ വെച്ചോളൂ, ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. സോ 25 ഇവിടെ ഇൻറ്റൂലുള്ള 1000 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇവിടെ ഡിവിഷനിലുള്ള 100 ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. ഇനി 100 1000ൽ 10 ടൈംസ് ഉണ്ട്, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഈ 0 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ സിമ്പൽ ഉണ്ടാവും വേണം.
ഇവിടെ മേലെയോ ഈ ഭാഗത്തോ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് സൈഫറിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 25-ൽ 5 5 തവണ, 10-ൽ 5 2 തവണ. സോ നമ്മുടെ ആൻസർ 5/2 എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷൻ എങ്ങനെയാണ് ഉള്ളതെന്നറിയോ? ഫസ്റ്റ് ഓപ്ഷൻ 25%, സെക്കൻഡ് ഓപ്ഷൻ 2.5%, മൂന്നാമത്തെ ഓപ്ഷൻ 0.25%, നാലാമത്തെ ഓപ്ഷൻ 0.025%. കേട്ടോ, ജസ്റ്റ് ഒന്നത് നോക്കൂ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. 0.25%. Miss the third one. പിള്ളേരെ ഞാൻ ക്ലാസ് കട്ടാക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ.